അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 153. അഗ്നി അവരുടെ റൂമിലേക്ക് ചെല്ലുമ്പോൾ ജ്വാല മുഖവും വീർപ്പിച്ചുകൊണ്ട് ബെഡിൽ ഇരിക്കുന്നുണ്ട്. അവനെ കണ്ടതും പെണ്ണിന്റെ കവിൾ ഒന്നുകൂടി കുത്തിവീർത്തു. അഗ്നി അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ഡോറ് ചാരി അവൾക്കടുത്തേക്ക് വന്നതും ജ്വാല പുറത്തേക്ക് പോവാനൊരുങ്ങി. അഗ്നി പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ നെഞ്ചിലേക്കിട്ടു. വിട് വിടെന്നെ! ജ്വാല കുതറി. എന്തിനീ കള്ളപ്പിണക്കം? അഗ്നി കുറുമ്പോടെ ചോദിച്ചു. അവൾ കുതിർന്നത് നിർത്തി അവനെ കൂർപ്പിച്ചു നോക്കി. കള്ളപ്പിണക്കൊന്നുമല്ല, ഞാൻ ശരിക്കും പിണങ്ങിയതാ. അവളുടെ ചുണ്ടു കൂർത്തു. എന്തിന്? അഗ്നി ആർദ്രമായി ചോദിച്ചു. ഒപ്പം അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ ഒന്നുയർത്തി അവന്റെ കാലിലേക്ക് കയറ്റി നിർത്തി. ജ്വാല അഗ്നിയുടെ കഴുത്തിലൂടെ കൈയിട്ട് അവനെ ചുറ്റിപ്പിടിച്ചു. അപ്പോഴും പെണ്ണിന്റെ മുഖത്ത് പിണക്കമുണ്ട്. പറയ്, എന്തിനാ പിണക്കം? അഗ്നി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. എന്നോട് നേരത്തെ ദേഷ്യപ്പെട്ടില്ലേ? എപ്പോ? അഗ്നി അമ്പരന്നു. നേരത്തെ ഞാൻ തല താഴ്ത്തിയപ്പോ ഇങ്ങോട്ട് നോക്ക്, ഞാൻ നിന്നോടാ ചോദിച്ചെന്ന് പറഞ്ഞില്ലേ? അത് ദേഷ്യം കൊണ്ടല്ലേ? അവള് കണ്ണുരുട്ടി. അയ്യോ അല്ലടാ, അത് ഞാൻ സാധാരണ ചോദിക്കുന്ന പോലെയല്ലേ ചോദിച്ചേ, അല്ലാതെ ദേഷ്യപ്പെട്ടിട്ടില്ല. അഗ്നി ദയനീയമായി പറഞ്ഞു. എനിക്ക് അങ്ങനെയാ തോന്നിയത്. അവള് കുറുമ്പോടെ പറഞ്ഞു. ആ കുറുമ്പ് അഗ്നിക്ക് മനസ്സിലായിരുന്നു. ആണോ? അതിനിപ്പോ ഞാൻ എന്ത് പരിഹാരമാണാവോ ചെയ്യേണ്ടേ? അവൻ ചോദിച്ചതും ജ്വാലയൊന്ന് ആലോചിച്ചു. ഒന്നും വേണ്ട, ഇവിടെ ഒരു ഉമ്മ തന്നാ മതി. അവൾ അവളുടെ ചുണ്ടിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു. അഗ്നി അവളെ കള്ളച്ചിരിയോടെ നോക്കി. ഈ ഉടായ്പ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെ ചോദിക്കുമ്പോ തരാൻ എനിക്കൊരു മോഹമായതുകൊണ്ട് കുഴപ്പമില്ല എൻ്റെ പിണക്കക്കാരി. അഗ്നി അവളുടെ പിന്തലയിൽ പിടിച്ച് കുറുമ്പോടെ പറയുന്നതോടൊപ്പം അവളുടെ ചുണ്ടിനെ അങ്ങനെ കടിച്ചെടുത്തു. ജ്വാല മൂളി. അഗ്നി അവളുടെ കിഴിച്ചുണ്ടിനെ അവന്റെ ചുണ്ടാലെ വിടർത്തിക്കൊണ്ട് പതിയെ നുകർന്നു തുടങ്ങി. ജ്വാലയുടെ കൈകൾ അവനിൽ കൂടുതൽ മുറുകി അവനെ തിരികെയും ചുംബിച്ചു. ഏറെ നേരം. ഒടുവിൽ അവൾക്ക് ശ്വാസം മുട്ടിയതും അവളിൽ നകന്ന് ആ ചുണ്ടിനെ തുടച്ചു കൊടുത്തു അഗ്നി. ജ്വാല ചുവന്ന മുഖത്തോടെ കിതച്ചുകൊണ്ട് അവനെ നോക്കി. ഇപ്പൊ പിണക്കം മാറിയോ? അഗ്നി പുരികമുയർത്തി. സാധാ ഉമ്മ മതിയായിരുന്നല്ലോ, ഞാൻ അതാ ഉദ്ദേശിച്ചേ. ജ്വാല ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു. ഉവ്വ്, അത് നീ തിരിച്ചെന്റെ ചുണ്ട് കടിച്ചോണ്ട് പോയപ്പോ എനിക്ക് മനസ്സിലായി. അഗ്നി സ്വയം കവിളിൽ നാവുകൊണ്ട് കുത്തി നെല്ലിക്കയുണ്ടാക്കി. ജ്വാല അയ്യേ എന്നൊരു പറച്ചിലോടെ നാണത്തോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖമൊളിപ്പിച്ചു. അഗ്നി താഴ്ന്നു വന്ന് അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു. എന്നാലും സൗപർണികയുടെ കൈക്ക് നല്ല പരിക്കാണോ കുഞ്ഞ? അല്പനേരം കഴിഞ്ഞതും അവൻ ചോദിച്ചു. ചതവുണ്ട് ദേവേട്ട, നല്ല വീഴ്ചയായിരുന്നു, നല്ലോണം വേദന കാണും. ആണോ? അപ്പോ അവളുടെ കാര്യം കഷ്ടത്തിലാവൂലോ. അവളെ നോക്കാൻ ആളെ നിർത്തേണ്ടി വരൂ ഇനി. അഗ്നി പുരികമുയർത്തി. ഏയ്, അതൊന്നും വേണ്ട, ചിലപ്പോ വല്യമ്മ വരുമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവള്. ജ്വാല ആലോചനയോടെ പറഞ്ഞു. ആ ബെസ്റ്റ്, അതൊന്നും ശരിയാവില്ല, നമുക്ക് വേറൊരാളിങ്ങോട്ട് കൊണ്ടുവരാം. അഗ്നി കണ്ണിറുക്കി. അതാരാ? ജ്വാലയ്ക്ക് മനസ്സിലായില്ല. അതൊക്കെ പറയാ, ഇപ്പെന്റെ കുഞ്ഞു പോയി ഒരു ചൂട് ചായ കൊണ്ടുവന്ന് തരൂ എനിക്ക്. ഞാൻ അപ്പോഴേക്കൊന്ന് ഫ്രഷ് ആവട്ടെ, നമുക്ക് രാത്രി പുറത്തേക്ക് പോകേണ്ടതല്ലേ. അഗ്നി ജ്വാലയുടെ കവിളിൽ ഒരിക്കൽ കൂടി ചുംബിച്ചുകൊണ്ട് അവളിൽ നിന്ന് അകന്നു മാറി. ഞാനിപ്പൊ കൊണ്ടുതരാ ദേവേട്ടാ, അവനോട് പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഡോറ് തുറന്ന് ജ്വാല താഴേക്ക് പോയി. അഗ്നിയുടെ മുഖം പെട്ടെന്ന് മാറി. ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് നേരെ ബാൽക്കണിയിലേക്ക് നടന്നു. ഫോണിൽ നിന്നും ഒരു പേര് നോക്കിയെടുത്ത് അതിലേക്ക് കോൾ ചെയ്തവൻ ചെവിയിലേക്ക് ചേർത്തു. മറുവശത്ത് നിന്നുള്ള ശബ്ദം കേൾക്കാനുള്ള കാത്തിരിപ്പിലാണ് അഗ്നി. ഹലോ. അതേ സമയം തന്നെ ഫോണിൽ ഒരു സ്ത്രീ ശബ്ദം മുഴങ്ങി. അഗ്നിയുടെ ചുണ്ടിലൊരു ചിരി തെളിഞ്ഞു. അതേ ചിരിയോടെ അവൻ വീണ്ടും ആ ശബ്ദം കേൾക്കാൻ കാതോർത്തു. ഹലോ, ആരാ? വീണ്ടും ആ ശബ്ദം. ഹലോ സുരഭി. അഗ്നിയുടെ ഗാംഭീര്യം നിറഞ്ഞ സ്വരം മറുവശത്തുണ്ടായിരുന്നവൾ കേട്ടു. അഗ്നിദേവ്. സുരഭിയുടെ ചുണ്ടുകൾ പേടിയോടെ മുഴിഞ്ഞു. അഗ്നി ഒന്ന് ചിരിച്ചു. ആഹാ, അപ്പൊ എന്നെ മറന്നിട്ടില്ല അല്ലേ? അവൻ ചോദിച്ചതിന് അവളൊന്നും മിണ്ടിയില്ല. പക്ഷെ അവളുടെ കിതപ്പുകൾ അവന്റെ ചെവിയിൽ കേൾക്കുന്നുണ്ടായിരുന്നു. അഗ്നിയുടെ മുഖം ചുളിഞ്ഞു. നീ തറവാട്ടിലല്ലേ? അവൻ ചോദിച്ചു. സുരഭി ഞെട്ടിക്കൊണ്ട് തന്റെ ശരീരത്തിലേക്ക് നോക്കി. തന്റെ നഗ്നമായ ശരീരത്തിലൂടെ പടർന്നു കയറുന്ന ഒരുവൻ. അവന്റെ മുഖം തന്നീന്ന് പിടിച്ചുയർത്തി സുരഭി അയാളെ ദേഷ്യത്തോടെ നോക്കി. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയിൽ അവൻ അവളെ നോക്കി വശ്യമായി ചിരിച്ചു. അവളും നീങ്ങി. പെട്ടെന്ന് വാപുത്തി പിടിച്ചു. അഗ്നിക്കിപ്പോ കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി തുടങ്ങിയിരുന്നു. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. സുരഭി. അവൻ ഗൗരവത്തോടെ വിളിച്ചു. ഏ ആ പറയ അഗ്നിയേട്ടാ. സോറി അഗ്നി. അന്ന് താനവൻ അഗ്നിയെന്ന് വിളിച്ചതിന് ശേഷം അങ്ങനെ വിളിച്ചാൽ മതി, ഇനിയൊരിക്കലും അത്ര അടുപ്പമുള്ളവരെ പോലെ അഗ്നിയേട്ടാന്ന് വിളിക്കരുതെന്ന് അവൻ പറഞ്ഞ ഓർമ്മയിൽ അവൾ തിരുത്തി വിളിച്ചു. അഗ്നിയുടെ ചുണ്ടിൽ പുച്ഛം കലർന്നു. നീ തറവാട്ടിലല്ലേ? അവന്റെ സ്വരം കടുത്തു. അതെ, ഞാൻ തറവാട്ടിൽ തന്നെയാ. അവള് കിതച്ചോണ്ട് പറഞ്ഞു. പിന്നെ നീ എന്തെങ്ങനെ കിതയ്ക്കുന്നേ? അവൻ വീണ്ടും ചോദിച്ചതും ആ ചോദ്യത്തിൽ സുരഭി ഒന്ന് പതറി. അത് അത് ഞാൻ
അവൾക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, ലീവ് ഇറ്റ്. ഞാൻ വെറുതെ ചോദിച്ചൂന്നേ ഉള്ളൂ. തന്റെ പേഴ്സണൽ കാര്യത്തിൽ ഞാൻ ഇടപെടുന്നത് ശരിയല്ലല്ലോ. ഉള്ളിലെ ദേഷ്യം ഒരുവിധം കടിച്ചുപിടിച്ച് അവൻ പറഞ്ഞു. അവൾ ആശ്വാസത്തോടെ ശ്വാസം വിട്ടു. പക്ഷെ എന്തിനാണ് അഗ്നി തന്നോട് ഇത്രയും സോഫ്റ്റായി സംസാരിക്കുന്നതെന്നറിയാതെ അവളുടെ നെഞ്ച് വല്ലാതെ പിടയ്ക്കാൻ തുടങ്ങി. അന്ന് ശരീരത്തിൽ പതിച്ച ബെൽറ്റിന്റെ വേദന അവൾ ആ നിമിഷം വീണ്ടും അറിഞ്ഞു. കണ്ണുകൾ ഇറുകി അടച്ചു. അവനോടുള്ളിൽ നുരഞ്ഞു പൊന്തുന്നത് ദേഷ്യമാണെങ്കിലും പെട്ടെന്ന് അവൾക്കുള്ളിൽ കിച്ചുവിന്റെ മുഖം തെളിഞ്ഞതും അവൾക്ക് ചെറിയൊരു ഭയം തോന്നി. അന്നത്തെ സംഭവത്തിൽ എനിക്കുള്ള പങ്കെങ്ങാനും അഗ്നി അറിഞ്ഞു കാണോ? അവളുടെ ശരീരം വിയർപ്പിൽ മുങ്ങി. ആ വിയർപ്പിനെ പോലും സ്വന്തമാക്കുന്നവനോട് ആ സമയം അവൾക്ക് ദേഷ്യമായിരുന്നു. എങ്കിലും കണ്ണുകൾ തുറന്ന് അവളൊന്ന് നിശ്വസിച്ചു. ഉം, അഗ്നി ഇപ്പൊ എന്തിനാ വിളിച്ചേ? അവള് ചോദിച്ചു. തന്നിൽ ആധിപത്യം നേടുന്നവനെ അവള് പെട്ടെന്ന് തള്ളിമാറ്റി. അയാൾ ദേഷ്യത്തോടെ അവളെ നോക്കി. ജസ്റ്റ് 1 മിനിറ്റ്, അവൾ ചുണ്ടുകൾ കൊണ്ട് പതിയെ പറഞ്ഞു. അവൻ ദേഷ്യത്തോടെ അവളിൽ നിന്ന് അകന്നു കിടന്നു. അഗ്നി പറയൂ. അവള് വീണ്ടും ഫോണിൽ ശ്രദ്ധിച്ചു. സുരഭി ബിസിയാണെന്ന് തോന്നുന്നല്ലോ, ഞാൻ പിന്നെ വിളിക്കാം. അഗ്നിക്ക് അവളോട് സംസാരിക്കാൻ എന്തോ വല്ലായ്മ തോന്നി, ഒപ്പം അറപ്പും. ഇല്ല, പറയൂ. അവൾ നഗ്നമായ ശരീരത്തിലേക്ക് പുതപ്പ് വലിച്ചിട്ടുകൊണ്ട് ബെഡിൽ എഴുന്നേറ്റിരുന്നു. അത് സൗപർണികയും ചൈതന്യം ഇവിടെയാണെന്ന് സുരഭിക്ക് അറിയായിരിക്കുമല്ലോ, അവൻ ചോദിച്ചു. ആ, അമ്മ വിളിച്ചപ്പോ അങ്ങനെ എന്തോ പറഞ്ഞിരുന്നു, അവൾ അലസമായി പറഞ്ഞതും അവന്റെ കൈ ചുരുങ്ങി. അവള് വീട്ടിലല്ലാന്നറിയാമായിരുന്നിട്ടും അവളിൽ നിന്ന് തന്നെ അബദ്ധത്തിൽ ആ സത്യം പുറത്തേക്ക് വന്നിരിക്കുന്നു. സുരഭി നാക്ക് ഇടിച്ചു. ഓ സോറി, അല്ല ഞാൻ അറിഞ്ഞു, ഞാൻ തറവാട്ടിലാണല്ലോ, അവള് പറഞ്ഞു നിർത്തി. സൗപർണിക ഇന്നിവിടെ സ്റ്റെയറിൽ നിന്നൊന്ന് വീണു. കൈക്ക് ചെറുതായിട്ട് പരിക്കുണ്ട്. ശ്രദ്ധിച്ച് നടക്കാനിട്ടല്ലേ, അനുഭവിക്കട്ടെ. അവൾക്ക് അപ്പോഴും കൂസലില്ല. അഗ്നിയൊന്ന് ചിരിച്ചു. അതൊക്കെ ശരിയാ സുരഭി, പക്ഷേ അവൾക്ക് നല്ല പെയിൻ ഉണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു, എങ്കിലും നടക്കാനൊക്കെ ഇപ്പോഴും ബുദ്ധിമുട്ടാ. സോ അഗ്നി ഒന്ന് നിർത്തി. സോ അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അഗ്നി വേണമെങ്കിൽ അവളെ തിരികെ തറവാട്ടിലേക്ക് അയച്ചേക്ക്, അവൾ ആലോചനയോടെ പറഞ്ഞു. അങ്ങനെ അല്ല സുരഭി, അവളിവിടെ നിൽക്കട്ടെ. പക്ഷെ അവൾക്കൊരു ഹെൽപ്പിന് കുറച്ച് ദിവസം ആരെങ്കിലും അവിടെ നിന്ന് ഇവിടെ വന്നൊന്ന് നിന്നാ. അഗ്നിയുടെ സ്വരം പെട്ടെന്ന് ആർദ്രമായി. സുരഭിയുടെ കണ്ണുകൾ വല്ലാതെ തിളങ്ങിപ്പോയി. ആര്? അമ്മ? അമ്മയെ ഞാൻ അവളെന്തോ പറയാനൊരുങ്ങി. വേണ്ട, സുരഭിയുടെ അമ്മ വേണ്ട. അഗ്നിയുടെ സ്വരത്തിൽ വശ്യത കലർന്നു. അതിൽ അവൾ ആകെ പൂത്തുലഞ്ഞു പോയി. പിന്നെ ആരാ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. സുരഭിക്ക് വരാൻ പറ്റുമോ? അവൻ ചോദിച്ചതും സുരഭിയുടെ മുഖം തിളങ്ങി, ചുണ്ടുകൾ വിടർന്നു പോയി. ഞാനോ? അഗ്നിക്ക് എന്നെ കാണുന്ന ദേഷ്യല്ലേ? അവളുടെ സ്വരത്തിലും ആർദ്രത. അഗ്നി പല്ല് കടിച്ചു. ദേഷ്യം അതൊക്കെ അന്നല്ലേ, അത് തീർന്നു. ഇപ്പൊ ദേഷ്യമൊന്നുമില്ല. പിന്നെ തന്നെ കണ്ടിട്ടും കുറച്ചായില്ലേ? പല്ല് കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. പക്ഷേ അവന്റെ സംസാരത്തിൽ ആകെ കോരിത്തെരിച്ചിരിക്കുകയാണ് സുരഭി. അഗ്നിക്ക് എന്തൊരു മാറ്റം പോലെ, എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? സുരഭി സന്തോഷത്തോടെ ആലോചിച്ചു. പെട്ടെന്ന് അവൾക്കുള്ളിൽ ജ്വാലയുടെ മുഖം തെളിഞ്ഞു. ചുണ്ടിൽ പരിഹാസച്ചിരി കലർന്നു. അവളെ മടുത്ത് കാണും, അല്ലെങ്കിൽ എനിക്ക് അറിയായിരുന്നു അത്. അവളുടെ ശരീരത്തോടുള്ള ഭ്രമായിരുന്നു അഗ്നിക്ക് അവളോട്. അത് കിട്ടിക്കഴിഞ്ഞപ്പോ അവളെ മടുത്ത് കാണും. അപ്പോ ഇപ്പൊ എന്നെ വേണമെന്ന് തോന്നുന്നതാണോ? സുരഭിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അഗ്നി, അവള് വശ്യമായി വിളിച്ചു. അറപ്പോടെ അവൻ ഫോൺ അല്പം നീക്കിപ്പിടിച്ച് ചുമരിൽ കൈവച്ചിടിച്ചു. ഫോൺ സ്പീക്കർ ഓണാക്കി. സുരഭി വരണം, ഞാൻ കാത്തിരിക്കുക. കുറച്ചു മാസങ്ങളായി എൻ്റെ ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. ഇനിയും പറ്റില്ല, അവൻ പറഞ്ഞതും സുരഭി സന്തോഷത്തോടെ കണ്ണുകൾ അടച്ചു. എന്നെ സ്വന്താക്കാനുള്ള കാത്തിരിപ്പിലാണോ അപ്പൊ അഗ്നി? അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിച്ചു. പക്ഷെ കിച്ചുവിന് മാത്രമായിട്ട് നൽകിയ ശിക്ഷയുടെ പകുതിയെങ്കിലും അവൾക്ക് കൊടുക്കാനുള്ള അഗ്നിയുടെ കാത്തിരിപ്പാണതെന്ന് അപ്പോൾ സുരഭി അറിഞ്ഞിരുന്നില്ല. സുരഭി ഒന്നും പറഞ്ഞില്ല. അവൾ മറുപടിയൊന്നും പറയാഞ്ഞതും അവൻ അലസമായി ചോദിച്ചു. ഞാൻ എപ്പോഴാ വരേണ്ടേ? അവൾ ആവേശത്തോടെ ചോദിച്ചു. എത്രയും പെട്ടെന്ന്, ഞാൻ കാത്തിരിക്കും, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. എങ്കിൽ ഞാൻ നാളെ തന്നെ വരാം, അവള് പെട്ടെന്ന് പറഞ്ഞു. ഓ, അത്രയും സന്തോഷം. എത്രയും പെട്ടെന്ന് വന്നാ പെട്ടെന്ന് തന്നെ എല്ലാം തീർക്കാം, അഗ്നി കത്തുന്ന കണ്ണോടെ പറഞ്ഞു. എന്ത് തീർക്കാന്ന്? സുരഭിക്ക് സംശയം. ഒന്നുമില്ല. അപ്പോ താൻ നാളെ തന്നെ വാ. അഗ്നിദേവ് നേരിട്ട് സുരഭിയെ കൗസ്തുഭത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അതും പറഞ്ഞ് അഗ്നി കോള് കട്ട് ചെയ്തു. സുരഭി അല്പനേരം ആ ഫോണിലേക്ക് തന്നെ നോക്കിയിരുന്നു. പതിയെ ചുണ്ടിൽ ചിരിമിന്നി. അതെ, അവനെന്റെ ആഗ്രഹം പോലെ തന്നെ എന്നിലേക്ക് എത്തിയിരിക്കുന്നു. അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു. ഇപ്പൊ കൗസ്തുഭത്തിലേക്ക് നേരിട്ട് എന്നെ ക്ഷണിച്ചതുപോലെ തന്നെ നീ വൈകാതെ തന്നെ നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കൂ അഗ്നി, അവൾ ഉറപ്പോടെ പറഞ്ഞു. കഴിഞ്ഞില്ലേ നിന്റെ സംസാരം? അവളുടെ അടുത്ത് കിടന്നവൻ അവളോട് ദേഷ്യത്തോടെ ചോദിച്ചു. അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ ശരീരത്തിൽ നിന്നും പുതപ്പ് മാറ്റി. അവളുടെ നഗ്നമായ ശരീരം കണ്ടതും അവനിൽ വീണ്ടും കാമം നിറഞ്ഞു. സുരഭി,
അയാൾ വിളിച്ചു. എന്തു പറ്റി അജയ്? അവള് ബെഡിലേക്ക് കിടന്നു. അവൻ പെട്ടെന്ന് അവളുടെ ദേഹത്തേക്ക് അമർന്നു. അവള് ചിരിയോടെ അവനെ നോക്കി. മനുഷ്യന്റെ മൂഡ് കളയാൻ ആരെ വിളിച്ചു നേരത്തെ? അജയ് ദേഷ്യത്തോടെ ചോദിച്ചു. സുരഭിയുടെ എല്ലാം ആവാൻ പോകുന്നവൻ, അവള് പറഞ്ഞു. അടുത്ത നിമിഷം അജയ് അവളിൽ ഒന്നാകെ പടർന്നു കയറി. സുരഭി കിതപ്പോടെ കണ്ണുകൾ അടച്ചു കിടന്നു. ഇതുപോലെ നിന്റെ കരുത്തും വൈകാതെ ഞാൻ അറിയൂ അഗ്നിദേവ്. അജയ് തന്നിലൂടെ അലയുമ്പോൾ അവള് പുലമ്പി. അവൻ അവളിലേക്ക് തളർന്നു വീണു. സുരഭി കിതപ്പോടെ അവനെ ചേർത്ത് പിടിച്ചു. അഗ്നിദേവ്, ഞാൻ വരുന്നു വീണ്ടും നിന്നിലേക്ക്. അവൾ മനസ്സിൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഈ നേരം അത്രയും അല്പനേരത്തേക്കെങ്കിലും സുരഭിയോട് താൻ സംസാരിച്ച ആർദ്രമായ സ്വരമോർക്കവേ അഗ്നിക്ക് അവനോട് തന്നെ വെറുപ്പ് തോന്നിപ്പോയി. കൈകൾ റെയിലിങ്ങിൽ മുറുകി. നീ വാ സുരഭി, കാത്തിരിക്കേ ഞാൻ നിനക്ക് വേണ്ടി മാത്രമായി, അവൻ ക്രൂരമായ പുഞ്ചിരിയോടെ പറഞ്ഞു. അതേ നിമിഷം തന്നെ അവന്റെ പുറത്ത് ജ്വാലയുടെ ശരീരം അമർന്നു. ചുട്ടുപഴുത്ത മനസ്സിൽ ഐസ് വീണതുപോലെ അഗ്നിയൊന്ന് ചിരിച്ചു. തന്റെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചവളെ അവൻ പതിയെ ആ കയ്യിൽ തന്നെ പിടിച്ച് മുന്നിലേക്ക് നിർത്തി. അവനെ കൂർപ്പിച്ച് നോക്കുന്നുണ്ട് പെണ്ണ്. അഗ്നിയുടെ മുഖം ചുളിഞ്ഞു. എന്താ ഉഞ്ഞ? അവൻ സംശയത്തോടെ ചോദിച്ചു. ആരോടെങ്ങനെ കൊഞ്ചുന്ന? കുറെ നേരമായല്ലോ തുടങ്ങിയിട്ട്, അവള് കവിൾ വീർപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ആ വീർത്ത കവിളിലേക്കും ആ പരിഭവം നിറഞ്ഞ മുഖത്തേക്കും അഗ്നി പ്രണയത്തോടെ നോക്കി. പതിയെ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. അപ്പോഴും അവള് കുട്ട പോലെ വീർപ്പിച്ചു വെച്ചിട്ടുണ്ട് കവിള്. തുടരും.